നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. 1000 തവണ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ആരെയും വിശ്വസിക്കരുതെന്ന്, കൂടെ ഒന്ന് ചതിക്കുമെന്ന്. നീ കേട്ടോ? പിന്നെന്താ അജയേട്ടൻ ഇത്രയും കാലം എന്നോടൊന്നും പറയാതിരുന്നേ? വലിച്ച് എന്റെ പൊന്നുമോള് വിഷമിക്കുമെന്ന് കരുതി. പക്ഷെ ഇപ്പോ എല്ലാം കൈവിട്ടുപോയി. എനിക്കെന്നെ നിയന്ത്രണം കൈവിട്ടുപോയി. അതൊന്നും സാരമില്ല. അജയേട്ടന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ. എന്നാലും ഇവൾ എന്നോട് ഇങ്ങനെ ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല. വിചാരിക്കാത്തല്ലേ മോളെ പലതും നടക്കുന്നത്. കണ്ടില്ലേ, ഒറ്റ സെക്കൻഡ് കൊണ്ടല്ലേ എന്റെ ജീവിതം മാറി മറിഞ്ഞത്. അതും ഒരു തെറ്റും ചെയ്യാതെ. സംഭവിച്ചു പോയി മോളെ. അയ്യോ, എന്റെ എല്ലാം കൈവിട്ടു പോയി. അയ്യോ, ഒന്നും കൈവിട്ട് പോയിട്ടില്ല. ഇല്ല. ഇതിനെന്തിനാ അജയേട്ടൻ ടെൻഷൻ അടിക്കുന്നേ? ഇവളിപ്പൊ തന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാ പോരെ? സിന്ധു, 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 എണീക്ക് സിന്ധു, 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 എണീക്ക് സിന്ധു. അജയേട്ടാ, ഇവള് അനങ്ങുന്നില്ല. അനങ്ങുന്നില്ലേ? സിന്ധു, 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 എണീക്ക് സിന്ധു, 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 എണീക്കടി. എണീക്ക്. ഞാൻ നിന്നോട് ക്ഷമിച്ചു. സിന്ധു, മോളെ, അവൾ അനങ്ങുന്നില്ലല്ലോ. സിന്ധു, 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 വിളി, ഒന്നുകൂടെ വിളി. അജയേട്ടാ, സിന്ധു, സിന്ധു. അയ്യോ, എന്താ അജയേട്ടാ? ശ്വാസമില്ല. അയ്യോ, സിന്ധു, സിന്ധു, എണീക്ക് സിന്ധു. മോളെ, വെള്ളം വെക്കല്ലേ. ആരെങ്കിലും പറഞ്ഞ നമ്മുടെ കാര്യം പോക്ക. അജയേട്ടാ, ഒന്ന് വിളിച്ചു നോക്ക അജയേട്ടാ. സിന്ധു, മോളെ. ഇല്ല മോളെ, അവളെ വിളിക്കണ്ട. അവള് പോയി. ഈശ്വര, ഒരു ഉറുപ്പിനെ പോലും പോയിക്കാത്ത. അജയേട്ടൻ എന്താ ഈ പറയുന്നത്? അതെ മോളെ, മോളുടെ അജയേട്ടൻ ഒരു കൊലപാതകയായി മാറിക്കഴിഞ്ഞു. ഞാൻ കൊന്നു മോളെ. അജയേട്ടാ, നിനക്ക് വേണ്ടി ഞാൻ ഇവളെ കൊന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാ അജയേട്ടാ? എന്ത് ചെയ്യാനാ? ആരും അറിയാതെ നമുക്ക് ഈ ശവം എവിടെയും കൊണ്ട് കളയാം. അയ്യോ, വേറെ വഴിയില്ല. നമുക്ക് എവിടെയെങ്കിലും ഇട്ടോണ്ടിരിക്കാൻ പറ്റുമോ? എന്നാ വേഗം എവിടെങ്കിലും കൊണ്ടുപോയി കളയാം. ഈ പട്ടപ്പകലോ? രാത്രിയാവട്ടെ. അജയേട്ടാ, എന്താ മോളെ? എനിക്ക് പേടിയാവുന്നു. അയ്യോ, മോള് പേടിക്കണ്ട. ഞാനില്ലേ കൂടെ. ഈ കുറ്റം ഞാൻ ഏറ്റോളാം. അജയേട്ടാ, വിഷമിക്കണ്ട. പറ്റിപ്പോയല്ലോ മോളെ.
ഇവള് മരിച്ചു എന്ന് ഉറപ്പാണോ ചേട്ടാ? പതിയെ പറ. എല്ലാം കേട്ടാ അതോടെ തീർന്നു. ഈ ശവം ഇങ്ങനെ ഇവിടെ ഇട്ടോണ്ടിരുന്ന എങ്ങനെയാ? എന്തെങ്കിലും ചെയ്യണം. എന്താ ചെയ്യാൻ പോന്നെ? ആരും അറിയാതെ എവിടെയെങ്കിലും കൊണ്ട് കളയണം. നമ്മൾ മാത്രം വിചാരിച്ച പറ്റോ? ആരെങ്കിലും സഹായത്തിന് വിളിച്ചാലോ? വേണ്ട വേണ്ട വേണ്ട, അത് അപകടം. നമ്മൾ രണ്ടും അല്ലാതെ മറ്റൊരാൾ അറിയാൻ പാടില്ല. ആരെയും വിശ്വസിക്കാൻ പറ്റില്ല, ചതിക്കും. എനിക്കാകെ പേടിയാവുന്ന ചേട്ടാ. പേടിച്ചിട്ട് കാര്യമില്ല മോളെ, സംഭവിച്ചു പോയി. ഇനി എങ്ങനെയെങ്കിലും ഇരു ചെവി അറിയാതെ ഈ ബാധ്യത ഒഴിവാക്കണം. എങ്ങനെ? ഒരു ചാക്ക് കിട്ടോ? ചാക്കോ? ആ, ഒരു കാലിച്ചാക്ക്. കാലിച്ചാക്കോ? ആരാ? അജയേട്ടാ, ഞാനാ. കതക് തുറക്ക്. ആരെങ്കിലും വരുന്നതിന് മുമ്പ് നമുക്ക് ശവം ചാക്കി കയറ്റണം. എനിക്ക് പേടിയാ ചേട്ടാ. പേടിച്ചിട്ടൊന്നും കാര്യമില്ല മോളെ, നമുക്ക് കുരുക്കി നൂരണ്ടേ. ഈ അവസ്ഥയിൽ നീ എൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ ഞാൻ തകർന്നു പോകും. ആത്മഹത്യയല്ലാതെ പിന്നെ മുന്നിൽ വഴിയില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ അജയേട്ടാ. ഞാൻ അജയേട്ടന്റെ കൂടെ ഇല്ലേ? നീ ചാക്ക് പിടിക്ക. എങ്ങനെയാ? എനിക്കറിയില്ല. എനിക്കും അറിഞ്ഞൂടാ, പക്ഷെ എങ്ങനെയെങ്കിലും ഈ ശവത്തിനകത്ത് കയറ്റിയേ പറ്റൂ. എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ട് കളയണം. നീ പിടിച്ചേ. മോള് പേടിക്കണ്ട, ഞാനില്ലേ. നിക്കേ, പിടിക്ക. എങ്ങനെയെങ്കിലും കാറി കയറ്റണം. കുറച്ചുകൂടെ രാത്രിയാവട്ടെ. വഴിയിലൊക്കെ ആളൊഴിയുമ്പോൾ നമുക്ക് ഇറങ്ങാം.